ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ നമുക്കൊരു തോരനാണ് കേട്ടോ. മുതിര തോരനാണ്. ഹെൽത്തിയാണ്. നമ്മൾ പലരും ഇത് കഴിക്കാറില്ല, പക്ഷെ ഇത് കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് പല രീതിയിലായിട്ട് ഉണ്ടാക്കി കഴിക്കാം. കഷായം വെച്ച് കഴിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇത് വറുത്ത് പൊടിച്ച് കിഴി കിട്ടിയാൽ നമുക്ക് വേദനകൾക്കൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതൊരു തോരനാണ്. അതിനായിട്ട് ഞാനിവിടെ കുടപ്പന എടുത്തിട്ടുണ്ട്, വാഴപ്പൂവ്, പല പേരിലാണ് കേട്ടോ ഇത് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ പകുതി അരിഞ്ഞതിന് ശേഷമാണ് ആലോചിച്ചത് ഇതിൻ്റെ വീഡിയോ എടുത്താലോ എന്ന് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഉരിഞ്ഞ് കളഞ്ഞ് ഈ കളർ, അതായത് ഒരു പിങ്കിഷ് കളറൊക്കെ മാറി ഒരു വൈറ്റ് പോലെ പീച്ച് കളറൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് നിർത്തിയിട്ട് ഇതുപോലെ അരിഞ്ഞു കൊടുക്കുക. എന്നിട്ട് കത്തി വെച്ചിട്ട് കുനുകുനാന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഇടയ്ക്ക് മുതിര വെള്ളത്തിലിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു മുക്കാൽ വേവായി കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് പള്ളിയിൽ പോകുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ജസ്റ്റ് അരിഞ്ഞ് അതിൻ്റെ കൂടെ വെച്ച് വേവിച്ച് വെച്ചിട്ട് വന്നതിന് ശേഷമായിരിക്കും കേട്ടോ ഞാനിത് കാച്ചിയ വൈകുന്നേരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ രണ്ട് കളറ് കാണാനുണ്ടല്ലോ, അത് നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞ് വെള്ളത്തിലിടണം. അപ്പോൾ സമയം കുറവായതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചുകൊണ്ടാണ് കേട്ടോ. രണ്ട് കളറായത്. ഇപ്പോൾ അരിഞ്ഞത് അതേ കളറും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും പ്രശ്നമല്ല. അത് നമുക്ക് കൂർക്കൊക്കെ നന്നാക്കുമ്പോൾ വരില്ലേ, അതേപോലെയാണ്. അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിതേപോലെ സ്പൂണോ അല്ലെങ്കിൽ ഫോക്കോ വെച്ചിട്ടൊന്ന് ചിറ്റിച്ച് കൊടുത്ത് ഇങ്ങനെ കട്ട പിടിച്ച നൂല് പോലത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പോരും കേട്ടോ. അപ്പോൾ 1-2 പ്രാവശ്യം ഞാൻ ചെയ്ത് എനിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ സ്പൂണിൽ ഒട്ടി പിടിച്ചിങ്ങ് പോരും. കൈവച്ച് ചെയ്താൽ ചിലപ്പോൾ അത്രയും കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഫോക്കോ അല്ലെങ്കിൽ ഇറുക്കിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാം. അത് ഇതേപോലെ വന്ന് നമുക്ക് കളയാം കേട്ടോ. അല്ലെങ്കിൽ ഇത് കടിക്കുമ്പോൾ ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ വായിൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് കഴുകിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കാച്ചാനായിട്ട് ഞാൻ വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ വേണം ഉണ്ടാക്കാനായിട്ട്, കുറച്ചും കൂടി ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അത് മൂത്ത് വരുമ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കറികൾക്കൊക്കെ ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ഇടാറുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 സ്പൂൺ കാശ്മീരി മുളകാണ് ഇട്ടോക്കണേ. അത് ഇതൊന്ന് മൂപ്പിക്കുക. ലോ സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച മുതിരയും കുടപ്പനും കൂടി ഇട്ട് കുറച്ച് നാളികേരം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. വെള്ളം ഒട്ടും ഇല്ലാണ്ട് ചാറ് ഗ്രേവി രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷെ നല്ലപോലെ ഡ്രൈ ആക്കി എടുത്താലാണ് കേട്ടോ ടേസ്റ്റ്. എന്നിട്ട് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. വേപ്പില ഇടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ഇട്ടിട്ട് അടച്ചു വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്തേക്കും അത്യാവശ്യം നല്ലപോലെ അതിൻ്റെ സ്മെല്ലൊക്കെ അതിൽ കയറി നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം.